നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് കേട്ടോ. വളരെ പെട്ടെന്ന് കുറച്ച് വെയിറ്റ് കുറച്ചാൽ കൊള്ളാം, എന്നാൽ നല്ല പോലെ ഡെഡിക്കേഷന് തയ്യാറുമാണ്. അത് എത്രയും പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കുറയ്ക്കണം, ഹെൽത്തി ആയിട്ട് കുറയ്ക്കണം. 3 മീൽ ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ട് ഹെൽത്തി ആയിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് കുറയ്ക്കാം എന്ന് തീരുമാനിച്ചവർക്കാണ് ഈ ഒരു വീഡിയോ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വർക്കൗട്ട് എങ്ങനെയാണ് 1 അവർ ചെയ്യേണ്ടത് എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. 1 അവർ വർക്കൗട്ട് വീഡിയോ ആണ്. മോർണിംഗ് 1 റിപ്പീറ്റേഷൻ, ഈവനിങ് 1 റിപ്പീറ്റേഷൻ ഒരു 10 ദിവസം ചെയ്യുവാണെങ്കിൽ 10 കിലോ കുറച്ചെടുക്കാൻ സാധിക്കും. 10 കിലോ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, എല്ലാവരിലും 10 കിലോ കുറയ്ക്കാമെന്ന് ഞാൻ പറയുന്നില്ല. 10 കിലോയുടെ അടുത്ത് ഈ ഒരു ഡയറ്റും ഈ ഒരു വർക്കൗട്ട് സെറ്റും 10 ദിവസം ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ എന്താ ചെയ്യാമെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊരു ക്രാഷ് ഡയറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള വേ ഒന്നുമല്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള മാർഗ്ഗത്തിലൂടെയാണ് കുറയ്ക്കുന്നത്. പക്ഷേ നല്ലപോലെ ഡെഡിക്കേഷൻ കാണിച്ചാൽ മാത്രമേ കുറയുള്ളൂ. മോർണിംഗ് 1 അവർ വർക്കൗട്ട്, ഈവനിങ് 1 അവർ വർക്കൗട്ട്. ഈ വർക്കൗട്ടും ഡയറ്റ് പ്ലാനും പറയുന്നത് ഒരു ഹെൽത്തി ബോഡിക്കാണ്. നിങ്ങൾക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് സെറ്റും ഡയറ്റും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഹെൽത്തിയാണ്, നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള മാർഗ്ഗമാണ്. ഡയറ്റ് പ്ലാൻ ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അവസാന ഭാഗത്ത് വീണ്ടും ഇടുന്നതായിരിക്കും, അഥവാ മറന്നു പോകണ്ടെന്ന് വെച്ചിട്ടാണ് ആദ്യമേ അറ്റാച്ച് ചെയ്തിട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ്. റെഡിയാണല്ലോ? ആവശ്യത്തിനുള്ള മോട്ടിവേഷൻ ഇൻ ബിറ്റ്വീൻ ഞാൻ തരുന്നതായിരിക്കും. വളരെ സ്ട്രിക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ സിവിയർ ആയിട്ട് വേദന എടുക്കുന്നുണ്ടെങ്കിൽ ഇത് വാർണിംഗ് ആണ്, നിങ്ങൾ ആ വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഇതിലേതെങ്കിലും ഈസി ആയിട്ടുള്ള വർക്കൗട്ട് വെച്ചിട്ട് ആ ഭാഗം റിഫിൽ ചെയ്താൽ മാത്രം മതി. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? സ്വന്തം ബോഡിയാണ്, ശ്രദ്ധിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. വിഷുവിനും റംസാനൊക്കെ അത്യാവശ്യം നല്ലപോലെ ആഘോഷിച്ചതിന് ശേഷം വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യുക കേട്ടോ. ആദ്യത്തെ എക്സസൈസ്, ഒരു കൈ മേലോട്ട് 1, അടുത്ത കൈ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അപ്പർ ബോഡിക്കുള്ള അടുത്ത എക്സസൈസ്, വളരെ സ്ലോലി കൈ പിടിച്ചുകൊണ്ട് ബാക്കിലോട്ട്, കഴുത്തിൻ്റെ തലയുടെ ബാക്കിലോട്ട് പോകണം കേട്ടോ. എന്നിട്ട് തിരിച്ചു കൊണ്ടുവരിക ചെസ്റ്റിൻ്റെ അവിടേക്ക്. 1, 2, ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരിക. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, come on, 34, 35, 36, upper body നല്ലോണം കുറയണ്ടേ. 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7,
8, 9, 10. റിലാക്സ്. ഈ ചെയ്യുന്ന എല്ലാ എക്സസൈസുകളും അപ്പർ ബോഡി നല്ലോണം കൺട്രോളിൽ വരുന്നതിനാണ്, നല്ല പോലെ ഫാറ്റ് കുറയുന്നതിനാണ്. അപ്പോൾ അടുത്ത എക്സസൈസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ. അതായത് നമ്മുടെ ലവ് ഹാൻഡിൽസിൻ്റെ ഭാഗം കുറഞ്ഞു കിട്ടും, ആം ഫാറ്റ് കുറഞ്ഞു കിട്ടും, ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ നിൽക്കുന്ന ഫാറ്റ് കുറഞ്ഞു കിട്ടും, അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗത്ത് സൈഡിൽ നിൽക്കുന്ന ഫാറ്റ് കുറഞ്ഞു കിട്ടും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ അടുത്ത എക്സസൈസ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടാണ്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇതൊക്കെ അപ്പർ ബോഡിക്കുള്ള എക്സസൈസാണ്, കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം. ഇങ്ങനെ താഴോട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ, 1, 2, 3. സിമ്പിൾ എക്സസൈസസ് ആണ്. 4, 5, 6. പക്ഷേ നാളെ തീർച്ചയായിട്ടും കൈയിൻ്റെ മസിൽസിന് വേദന ഉണ്ടാവും കേട്ടോ. 7, 8, 9. മസിൽസ് ആക്ഷനിൽ വരുമ്പോഴേ വേദന ഉണ്ടാവുള്ളൂ. 10, 11, 12, 13, 14, 15. വേദനിക്കുന്നുണ്ടെങ്കിൽ മസിൽ ടൈറ്റൻ ആവുന്നു എന്നാണ് അതിനർത്ഥം. 16, 17, 18. കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. 19, 20. വെരി ഗുഡ്. 21, 22, 23, 24, 25, 26. Concentrate. 27, 28, 29, 30, 31. Come on. 32, 33, 34, 35, 36, 37, 38, 39, 40. നമ്മുടെ ബോഡി പെർഫെക്റ്റ് ആവുന്നതാണ് മനസ്സിലിപ്പോൾ വരേണ്ടത് കേട്ടോ. 41, 42, 43, 44, 45, 46, 47, 48, 49, 50. ദാറ്റ്സ് ഇറ്റ്. റിലാക്സ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ മൈൻഡിനെ കൂടി കൺട്രോൾ ചെയ്യുക കേട്ടോ. മൈൻഡ് ഇങ്ങനെ അങ്ങനെ വാൻഡർ ചെയ്യരുത്, ലൈക്ക് അലഞ്ഞു തിരിയരുത്. നമ്മുടെ ബോഡിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കട്ടെ മൈൻഡ്. ഓക്കെ, അപ്പോൾ ശരി. അടുത്ത വർക്കൗട്ട് വളരെ സിമ്പിളാണ്. കൈകൾ ഇങ്ങനെ സൈഡിലോട്ട്. 1, 2, 3, 4. മൈൻഡിൽ ഗുഡ് തോട്ട്സ് മാത്രം. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34. Come on. 35, 36. Just bend ചെയ്താൽ മതി. 37, 38, 39, 40. പുറത്തെ ഫാറ്റ് കുറയ്ക്കാൻ നല്ലപോലെ സഹായിക്കും. 41, 42, 43, 44, 45, 46, 47, 48, 49 and 50. That's it. Relax. ഇനി കുറച്ച് റിലാക്സിങ് എക്സസൈസ് ആണ് കേട്ടോ. ഇപ്പം നമ്മുടെ കൈകൾക്ക് നല്ലോണം ആക്ഷൻ കൊടുത്തതിൻ്റെ പേരിൽ ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം കൈകളെ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. That's it. തിരിച്ച് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. അതേപോലെ കഴുത്തും അതേപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കറിയാലോ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ചെയ്തേക്കുക. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9,
10. റിലാക്സ്. തിരിച്ചും അതുപോലെ ഒരു 10 റിപ്പീറ്റേഷൻ ചെയ്യാം. എഴുത്താണ്, അപ്പോൾ സ്ലോലി ആണ് കേട്ടോ ചെയ്യേണ്ടത്. 1 2 3 4 5 6 7 8 9 10. തുടക്കത്തിൽ ഉള്ള എക്സസൈസുകൾ ഇത്രയും ലൈറ്റനാക്കിയതിൻ്റെ കാരണം ഇനി വരുന്ന എക്സസൈസുകൾ കുറച്ച് ഹെവി ആണെങ്കിലും എവിടെയും മുളുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം. നമ്മുടെ പുറത്തെ ഫാറ്റ് കുറയുന്നതിന്, ബ്രാ ബൾജ്, സ്ത്രീകൾക്ക് ബ്രാ ബൾജ് കുറയുന്നതിന്, ആംപിറ്റ് ഫാറ്റ് പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ആംപിറ്റ് ഫാറ്റ് കുറയുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. ഈ ഒരു എക്സസൈസ് സെറ്റ് മിഠായി പോലെയാണ് നിങ്ങളുടെ കയ്യിലോട്ട് ഞാൻ കൊണ്ടെത്തിച്ച് തന്നിരിക്കുന്നത്. അത് ചെയ്യാതെ എനിക്ക് വെയിറ്റ് റിഡക്ഷൻ ഉണ്ടായിട്ടില്ല എന്ന് പരാതി പറയരുത്. കാരണം ഇത്ര ഈസി ആയിട്ടുള്ളൊരു സെറ്റ് നിങ്ങൾക്ക് ഇനി കിട്ടില്ല. അത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും അത്രയും അടിപൊളിയായിട്ട് ഞാൻ അതിൻ്റെ ഈവൻ ഓരോ ഇൻ്റർവെല്ലും കറക്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചെയ്യാതെ എനിക്ക് വെയിറ്റ് റിഡക്ഷൻ ഉണ്ടായിട്ടില്ല എന്ന് പരാതി പറയരുത്. സോ ബാഡ്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. ചെയ്യാം കേട്ടോ. അടുത്തത് ചെയ്യാം. ഇപ്പോൾ എത്ര നേരം കൊണ്ട് ഒന്ന് ശ്വാസമൊക്കെ നോർമലായല്ലോ. വെള്ളം വേണമെങ്കിൽ കുടിക്കാം. ഫാനിട്ട റൂമിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഫാനിടാം, AC ഇട്ട റൂമിൽ വർക്കൗട്ട് ചെയ്യരുത്. ഓക്കെ, അടുത്ത എക്സസൈസ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 come on 4 5 6 7 8 9 10 11 come on 12 13 14 15 16 17 18 19 20. 10 കൂടി. 1 2 3 4 5 6 7 8 9 10. സ്ഥിരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങളൊക്കെ ഓടി ഒളിക്കും. അത്രയ്ക്ക് ഇടുക്കാച്ചിയാണ് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. അടുത്തത് ഒന്നിരിക്കുക. ജസ്റ്റ് ഇത് ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒരു ചെയർ ഉപയോഗിച്ച് ചെയറിലിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. നോ ഇഷ്യൂ. ഇനി ഒന്നിങ്ങനെ ബെൻഡ് ചെയ്യുക. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് സ്പീഡിലുള്ള ആക്ഷനാണ് കേട്ടോ. കറക്റ്റായിട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38
39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. റിലാക്സ്. എക്സസൈസും വളരെ നല്ലൊരു എക്സസൈസാണ്. ലവ് ഹാൻഡിൽസ് കുറയുന്നതിനാണ് ഈ 2 എക്സസൈസും നല്ലപോലെ സഹായിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്നുകിൽ ചുമരിൻ്റെ മീതെ നമ്മുടെ ബട്ട് വെച്ചുകൊണ്ടിരിക്കാം, അതല്ലെങ്കിൽ ഒരു ചെയർ ഇട്ടിട്ട് അതിൻ്റെ മീതെ ഇരുന്നുകൊണ്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്യുവാണെങ്കിലും ഓക്കെയാണ് കേട്ടോ. പക്ഷേ കാലെവിടെയെങ്കിലും ഉളുക്കുകയോ വേദനയോ എടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും റിപ്പീറ്റേഷൻ ചെയ്തോളണം എന്നില്ല. അപ്പോൾ ഇതിന് പകരം ഇതിൽ ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വർക്കൗട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, 1, 2, 3, 4, 5, 6, നല്ലോണം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് കേട്ടോ. 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50. റിലാക്സ്. നമ്മുടെ ചുറ്റുപാടും ഇല്ലേ കുറ്റം കണ്ടുപിടിക്കുന്നവരുണ്ട്. കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമുള്ളവർ. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടാലും അതിൽ നമ്പർ എണ്ണുമ്പോഴായിരുന്നില്ല ആക്ഷൻ, അതായിരുന്നില്ല. കാരണം അവർക്ക് ഇതിലെ മോട്ടിവേഷനും ഇതിലെ ആ വർക്കൗട്ടിൻ്റെ ഒരു സ്പിരിറ്റൊന്നും അല്ല ആവശ്യം. ഈ വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരുണ്ട്. അങ്ങനെ ഉള്ളവർ വളരെ കുറവാണ് കേട്ടോ നമുക്ക്. പക്ഷേ അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നവർക്കല്ല നമ്മൾ ചെവിട് കൊടുക്കേണ്ടത്. നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരുടെ വാക്കുകൾക്കാണ് നമ്മൾ ചെവി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് കിടന്നാലോ? യെസ്. ജസ്റ്റ് കാലിങ്ങനെ ഉയർത്തിപ്പിടിച്ചേക്കുക. കുറച്ച് വളഞ്ഞിരുന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല. സ്ട്രെയിറ്റ് ആക്കി വെച്ചോളണം നിർബന്ധമില്ല. ഓക്കെ, ഒന്നിങ്ങനെ ചെരിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇനി അകത്തിയേക്കുക നല്ല പോലെ. യെസ്, കൂട്ടുക. 1, 2, 3, കൈ ബട്ടിന് താഴെയാണ് വെക്കേണ്ടത് കേട്ടോ. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. Yes. 1, 2, come on. 3, 4, 5, 6, 7, 8, 9 and 10. ബട്ടൻ്റെ ഭാഗത്തിന് നല്ല വേദന എടുക്കുന്നുണ്ടായിരിക്കും. വെരി നോർമലാണ് കേട്ടോ. ബട്ടൻ്റെ മസിൽസൊക്കെ ലൂസായി നിൽക്കുന്നതൊക്കെ നല്ലോണം ടൈറ്റൻ ആവട്ടെ. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, ഡു ഇറ്റ്. ശരി. അപ്പോൾ ആ ഭാഗത്തുള്ള വേദന മാറി കിട്ടുന്നതിനും കൂടി സഹായിക്കുന്ന ഒരു നല്ല അടിപൊളി സെറ്റ് ഓഫ് വർക്കൗട്ടാണ് കേട്ടോ. അപ്പോൾ റെഡിയാണല്ലോ? ഓക്കെ, ആ കൈ അവിടെ തന്നെ ഇരുന്നോട്ടെ, എങ്കിലേ ബാലൻസ് കിട്ടുള്ളൂ. കാലിങ്ങനെ പൊക്കി വയ്ക്കുക നല്ല പോലെ. ഓക്കെ, 1, നല്ല പോലെ നീട്ടണം കേട്ടോ. 2, 3,
അടിവയറ് ഫ്ലാറ്റനായി കിട്ടും. 4 കാല് നല്ലോണം നീളണേ. 5 6 7 8 അടിവയറുണ്ടാവില്ല ഈ എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്താൽ. 9 10 യെസ് 11 12 13 come on 14 15 very good 16 17 18 19 നമുക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണ്ടേ, സോ ഡു ഹാർഡ് വർക്ക്. 20 21 22 23 24 റിലാക്സ്. 25 ദാറ്റ്സ് ഇറ്റ്. 25 ഞാൻ ചെയ്യിച്ചിട്ടുള്ളൂ. റിലാക്സ് ആൻഡ് റീസ്റ്റാർട്ട്. ഇപ്പോൾ ഭയങ്കരമായിട്ട് സ്പീഡിൽ ബ്രത്ത് ഇങ്ങനെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ? റിലാക്സ്, നന്നായിട്ടൊന്ന് ബ്രത്ത് നോർമൽ ആവുന്നത് വരെ റിലാക്സ് ചെയ്തോളൂ. അത് കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്യൂ. ബ്രത്ത് നോർമൽ ആയാൽ അതിനർത്ഥം റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇനി 25 റിപ്പീറ്റേഷൻ കൂടി ചെയ്യാണ്ട്. റെഡിയാണല്ലോ? ഓക്കെ, സ്റ്റാർട്ട്. സ്ലോലി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 that's it. റിലാക്സ്. അടുത്തതൊരു റിലാക്സിങ് എക്സസൈസാണ്. ആർക്കും ചെയ്യാം. അപ്പർ ബെല്ലിക്ക് വേണ്ടി ചെയ്യുന്ന എക്സസൈസുകളുടെ കൂട്ടത്തിൽ ഈസി ആയത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 അത്യാവശ്യം സ്പീഡിലാണ് ചെയ്യുന്നത്. 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 10 that's it. എത്ര ഈസി ആയിട്ടുള്ള എക്സസൈസ് ആണെന്ന് നോക്കൂ. വീണ്ടും ലോവർ ബെല്ലിക്ക് വേണ്ടി ചെയ്യുന്ന, ലോവർ ബോഡിക്ക് വേണ്ടി ചെയ്യുന്ന തൈക്കും ബട്ടിനും അതേപോലെ ലോവർ ബെല്ലിക്കും ഒരുപോലെ എഫക്റ്റീവ് ആവുന്ന ഒരു കുട്ടി എക്സസൈസ്. ഇതാർക്കും ചെയ്യാൻ പറ്റുന്ന കുഞ്ഞ് എക്സസൈസ്. കാലിങ്ങനെ ആക്കുക, ഫ്രണ്ടിലോട്ട്. 1 2 സൈഡിലോട്ടാണേ. 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 and 25 that's it. റിലാക്സ്. ഈ എക്സസൈസസൊക്കെ ഈ ആർത്രൈറ്റിസിൻ്റെ തുടക്കത്തിലുള്ളവർക്കൊക്കെ നല്ലതാണ് ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അടുത്ത സൈഡ് കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 come on 21 22 23
24 and 25. That's it. Relax. അടുത്ത ഈ പോസിനെയാണ് നമ്മൾ വാരിയർ പോസ് എന്ന് പറയാം. ഇങ്ങനെ കാല് വെച്ചുകൊണ്ട് ഒരു കാല് 90 ഡിഗ്രിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, മറ്റത് നല്ലോണം നീട്ടി വയ്ക്കുക. എന്നിട്ട് കൈകൾ ഇങ്ങനെ ഉയർത്തിയിട്ട് ജസ്റ്റ് ബെൻഡ് ചെയ്തിട്ട് ആ കാലിരിക്കുന്ന സ്ഥലത്ത് രണ്ട് സൈഡിലായിട്ട് കൈകൾ വെച്ചേക്കുക. 1 2 3 സ്ലോലി ചെയ്താൽ മതി. 4 നല്ലോണം കാലറി ബേണിംഗ് ഉള്ള എക്സസൈസാണ് കേട്ടോ. 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 and 5. റിലാക്സ്. ഇത് സ്ട്രക്ചർ പെർഫെക്റ്റ് ആവും എന്നുള്ളൊരു ഗുണം കൂടി ഉണ്ട്. ആ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ കൈ മേലോട്ട് കൊണ്ടുപോയി താഴോട്ട് കൊണ്ടുവരുന്നത് വഴി നമുക്കൊരു നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ബോഡിക്ക് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത എക്സസൈസ്, അടുത്ത സൈഡ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 and 25. റിലാക്സ്. അടുത്ത വർക്കൗട്ട് ആകെ നമ്മൾ 25 റിപ്പീറ്റേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. റൈറ്റ് ലെഗ് വെച്ചിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 10 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ലെഗ് വെച്ചിട്ട് ചെയ്യാം. രണ്ടും മാറി മാറി ചെയ്തേക്കുക. നല്ലൊരു സ്ട്രെച്ചിങ് ആണ്. നല്ല പോലെ വെയിറ്റ് റിഡക്ഷന് സഹായിക്കും. നല്ല പോലെ കാലറി ബേണിംഗ് തരുന്ന നല്ലൊരു എക്സസൈസ്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് കാലിങ്ങനെ രണ്ടും ബാക്കിലോട്ട് വയ്ക്കുക. രണ്ടും തിരിച്ചു വയ്ക്കുമ്പോൾ ഈ ഒരു എക്സസൈസ് തീർന്നു. ഓക്കെ. 1 ബാക്കിലോട്ട് വയ്ക്കുക, തിരിച്ചു വയ്ക്കുക. 2 ബാക്കിലോട്ട് വയ്ക്കുക, തിരിച്ചു വയ്ക്കുക. 3 4 5 6 7. സോ സിമ്പിൾ എക്സസൈസ് ആണ്. 8 9 10 11 12 13 14 15 16 17
18, 19, 20, 21, 22, 23, 24 and 25. Okay, relax. അടുത്ത എക്സസൈസിന് വേണ്ടി നിൽക്കേണ്ടത് പർവ്വതാസനയിലാണ്, അല്ലെങ്കിൽ മൗണ്ടെയിൻ പോസിലാണ്. മൗണ്ടെയിൻ പോസിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നതിനെയാണ് നമ്മൾ മൗണ്ടെയിൻ പോസ് എന്ന് പറയുന്നത്. പുറം നല്ലോണം ഉള്ളിലോട്ട് പോയിട്ട് തല ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിനെ. ഒരു തവണ യോഗ പോസസിനെ പറ്റി നമുക്കൊരു ക്ലാസ് ചെയ്യാം കേട്ടോ. ഇനി ഉള്ളിലോട്ടും പുറത്തോട്ടും ജമ്പ് ചെയ്യുക ഇതേപോലെ. ഓക്കെ, 1, 2, ഞാൻ സ്ലോ ആക്കിയിരിക്കുകയാണ്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4 and 5. Relax. നമ്മളിത് 25 റിപ്പീറ്റേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ജമ്പിങ് ആണല്ലോ, എല്ലാവർക്കും ജമ്പിങ് അത്ര ഓക്കെ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്ര മാത്രം ചെയ്താൽ മതി. നീ പെയിൻ ഒന്നുള്ളവർ ഒരു കാരണവശാലും ജമ്പിങ് ചെയ്യാതിരിക്കുക. വലിയ കയറ്റം കയറുക, ഒത്തിരി ജമ്പ് ചെയ്യുക, ഒത്തിരി നടക്കുക, ട്രെഡ്മിൽ ഒരുപാട് തവണ ഉപയോഗിക്കുക, ഇതൊക്കെ നീ പെയിൻ ഉള്ളവർ കുറച്ച് കോൺഷ്യസ് ആയിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ പോയിട്ട് ആര് പറഞ്ഞു എന്ന് വെച്ചിട്ടും പോയി ചെയ്യാതിരിക്കുക. ഓക്കെ, അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം. ജസ്റ്റ് കാല് ബാക്കിലോട്ട് നല്ലോണം നീട്ടി പിടിച്ചിട്ട് ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക, തിരിച്ചു കൊണ്ടുപോകുക. 1, 2, 3, ബട്ടന് നല്ല ഷേപ്പ് തരുന്നതിന് സഹായിക്കും, തൈ ഫാറ്റ് കുറയുന്നതിന് സഹായിക്കും. 4, 5, 6, കമോൺ, 7, 8, 9, 10, നല്ല ഷേപ്പുള്ള കാല് കിട്ടുന്നതിന് സഹായിക്കും. 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4 and 5. നമ്മുടെ ബോഡിയിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണ്ടേ, നിങ്ങൾ കുറയ്ക്കണ്ട, നിങ്ങൾ ഹെൽത്തി ആയിരിക്കുക. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബോഡിയിൽ കോൺഫിഡൻ്റ് ആയിരിക്കുക. ഞാൻ പ്രസൻറ്റബിൾ ആണ് എന്നുള്ള ഫീല് നമുക്കുണ്ടായിരിക്കുക. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, ശരി, അടുത്ത എക്സസൈസ് വെച്ചാൽ അടുത്ത സൈഡും അതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ, കാല് നല്ലോണം നീട്ടി വയ്ക്കുക. റൈറ്റ് സൈഡിന് ചെയ്തെങ്കിൽ ഇനി ലെഫ്റ്റ് സൈഡിന് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4 and 5. That's it. Relax. വീണ്ടും നല്ലോണം കാലറി ബേണിംഗ് ഉള്ളൊരു എക്സസൈസ് നമ്മൾ 25 റിപ്പീറ്റേഷൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ റെഡിയാണല്ലോ. ഇങ്ങനെ കൈകുത്തി വെച്ചുകൊണ്ട് ഇങ്ങനെയല്ല നിൽക്കേണ്ടത്. കൗ പോസ് എന്ന് പറയും, അല്ലെങ്കിൽ ക്യാറ്റ് പോസിന് തയ്യാറെടുക്കുന്ന രീതി. 4 കാലിൽ നിൽക്കുക, അതായത് മുട്ട് കുത്തിയിട്ട് കൈകൾ കുത്തിക്കൊണ്ട് നിൽക്കുക. എന്നിട്ട് നല്ലോണം ബാക്കിലോട്ട് ബെൻഡ് ചെയ്ത് വരിക. പുറം കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7, അര നിലത്ത് തൊടുന്നില്ല കേട്ടോ. 8, മുട്ട് മാത്രമേ നിലത്ത് തൊട്ടിട്ടുള്ളൂ. 9, 10, 11, 12, 13, 14, come on, 15, 16, 17, 18, 19, 20, 21, 22, 23, 24 and 25. That's it. Relax.
കാലുകൾ ജസ്റ്റ് ബാക്കിലോട്ട് മടക്കുന്നതാണ് അടുത്ത എക്സസൈസ്. മുട്ടിൽ നിന്നുകൊണ്ട് കാലുകൾ ജസ്റ്റ് ബാക്കിലോട്ട് പൊക്കി വയ്ക്കുക. ഓക്കെ, അതായത് ബട്ടിൻ്റെ മീതെ കാല് വരുന്ന രീതിയിൽ, പുറത്തിൻ്റെ മീതെ കാല് വരുന്ന രീതിയിൽ ബാക്കിലോട്ടാണ് പൊക്കേണ്ടത് കേട്ടോ. റെഡിയാണല്ലോ? സ്ലോലി ചെയ്താൽ മതി. യെസ്, സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 1 2 3 4 5. ഇത് സിമ്പിൾ അല്ലേ? 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ, റിലാക്സ്. അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടി അരയുടെ മീതെ ഇങ്ങനെ കൈ വെച്ചതിന് ശേഷം ഒരു കാല് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചേക്കുക. ഓക്കെ, ഒരു കാല് ചെറുതായിട്ട് മടക്കി വെച്ചേക്കുക. അടുത്ത കാല് നല്ലോണം നീട്ടി വെച്ചേക്കുക. എന്നിട്ട് കൈയും കാലും കൂടി കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, സ്ലോലി ചെയ്താൽ മതി കേട്ടോ. നല്ല ബോഡി ഷേപ്പ് ഉണ്ടാവുന്നതിന് സഹായിക്കും. 1 2 3 4 5 6 7 8 come on 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 and 5. ദാറ്റ്സ് ഇറ്റ്. 25 റിപ്പീറ്റേഷൻ ഈ ഒരു എക്സസൈസ് കഴിഞ്ഞാൽ കൈ നീട്ടിയിട്ട് ടച്ച് ചെയ്യുക. 1 2 കാലിൻ്റെ മീതെ ടച്ച് ചെയ്യുക. 3 4 5 6 ഈസി അല്ല, 7 8 9 ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. 10 11 12 13 14 15 16 യെസ് 17 18 കഴിയാറായി. 19 20 1 2 3 4 and 5. ഓക്കെ, റിലാക്സ്. കാലിങ്ങനെ കൂട്ടി പിടിച്ചേക്കുക. വേദന എടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സസൈസാണിത്. റിലീസ് ആൻഡ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അടുത്ത സൈഡും ഇതുപോലെ തന്നെ ചെയ്യാം. ഭയങ്കര ടയർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. എന്നെക്കൊണ്ടത് ചെയ്യാൻ സാധിക്കും, ഞാൻ ബെറ്ററായിട്ട് ചെയ്യും എന്നൊക്കെ സെൽഫായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ യെസ്, അടുത്തത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5. യെസ്, റിലാക്സ്. കാലും കൈയും നല്ലോണം നീട്ടിപ്പിടിച്ചേക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 and 5. ദാറ്റ്സ് ഇറ്റ്. റിലാക്സ്. നേരത്തെ ചെയ്തതുപോലെ കാല് നല്ലോണം കൂട്ടിപ്പിടിച്ച് നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു എന്താ പറയുക, ഒന്ന് ലൂസായിട്ട്, ഒന്ന് മസിൽസ് ഒന്ന് ലൂസായതുപോലെ, ഒന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ളതുപോലെ ഫീൽ ചെയ്യും. ഓക്കെ, യാ. ഒരു കൈ തലയ്ക്ക് വെച്ചേക്കുക, ഒരു കൈ ഇതുപോലെ ഫ്രണ്ടിലോട്ട് വെച്ച് ബാലൻസ് ചെയ്തേക്കുക. എന്നിട്ട് കാല് ജസ്റ്റ് പൊക്കുക. 1 2 3 4 5 6 7 8
9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24 and 25. That's it. Relax. The side അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സ്ലോലി ചെയ്താൽ മതി. അഥവാ വേദന എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24 and 25. നമ്മൾ ഓൾമോസ്റ്റ് 40 മിനിറ്റ്സ് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. സൂപ്പർ. ഇത് ഈ ഒരു നല്ലൊരു എക്സസൈസാണിത്. ഇതിങ്ങനെ കാലുകൾ ഇങ്ങനെ കൂട്ടി വെച്ചതിന് ശേഷം മേലോട്ട് ഉയർത്തുക, താഴോട്ട് കൊണ്ടുവരിക. ഇത് നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ യൂറിൻ ലീക്കാവുന്ന അസുഖമുള്ളവർക്ക് നല്ലൊരു എക്സസൈസാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്യാം, സ്ത്രീകൾക്ക് എന്ന് മാത്രമല്ല പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സസൈസാണ് കേട്ടോ. അപ്പോൾ കാലുകൾ ഇങ്ങനെ പിണച്ച് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് മേലോട്ട് ഉയർത്തുക, എന്നിട്ട് തിരിച്ചതേപോലെ തന്നെ ആ സെയിം ഫോമിലോട്ട് അല്ലെങ്കിൽ സെയിം പോസ്ചറിലോട്ട് തിരിച്ചു കൊണ്ടുവരിക. റെഡിയാണല്ലോ? കൈ ബാക്കിലോട്ട് വെച്ചതിന് ശേഷം കാല് മെല്ലെ നമുക്ക് ഉയർത്തി നോക്കാം. യെസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ഇനി അപ്പർ ബെല്ലിക്ക് വേണ്ടി ഒരു റിലാക്സിങ് എക്സസൈസ്. എങ്ങനെയാണ്? ജസ്റ്റ് കാലങ്ങനെ വെച്ചതിന് ശേഷം കൈ ബാക്കിലോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് കൈ ജസ്റ്റ് ബട്ടൻ്റെ അവിടെ കൊണ്ടുവന്ന് അപ്പർ ബോഡി ലിഫ്റ്റ് ചെയ്തിട്ടൊന്ന് ടച്ച് ചെയ്യുന്നത് പോലെ. ദാറ്റ്സ് ഇറ്റ്. സോ സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ്. എല്ലാവർക്കും ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പർ ബെല്ലി എക്സസൈസാണ്. ഈ ഒരു ആക്ഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. എത്ര റിപ്പീറ്റേഷൻ വേണമെങ്കിൽ കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. റിലാക്സ് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ. 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. That's it. Relax. ഇനി ക്രഞ്ചസ് തന്നെ ഒരു ഡിഫറെൻറ്റ് വേയിൽ ചെയ്യുന്നു. കാലുകൾ നല്ലോണം നീട്ടി വെച്ചേക്കുക. ഒരു സൈഡിലേക്ക് കൈകൾ കൊണ്ടുപോകുമ്പോൾ മറ്റേ സൈഡ് നീട്ടിയിരിക്കട്ടെ.
അതേസമയം തിരിച്ച് ആ ഒരു ആക്ഷൻ മറ്റോടത്ത് കൊടുക്കുമ്പോൾ ഈ കാല് നീട്ടി വെച്ചേക്കുക. അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, കാലുകൾ നീട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രം. മറ്റു നമ്മൾ ചുരുക്കി വെച്ചിട്ടും മുൻപ് ക്രഞ്ചസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡു ഇറ്റ്. അത് നമ്മുടെ ലോവർ ബെല്ലി അല്ലെങ്കിൽ ബെല്ലിയുടെ 2 സൈഡും കുറയ്ക്കുന്നതിനും ലോവർ ബെല്ലി അപ്പർ ബെല്ലി ഒരുപോലെ കുറയുന്നതിനും സഹായിക്കും. സോ സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 10. റിലാക്സ്. അപ്പോൾ ഏകദേശം ഈ ഒരു വർക്കൗട്ട് സെറ്റ് നമ്മളൊരു 45 മിനിറ്റാണ്. ഏകദേശം ഇതൊരു 1 അവർ ചെയ്യേണ്ട വർക്കൗട്ടാണ്. എൻ്റെ കൂടെ നിങ്ങൾ ഇത്രയും സ്പീഡിൽ ചെയ്യുക കാരണം കൊണ്ടാണ് ഇത് 45 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ആയത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒത്തിരി ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകളൊന്നും ചെയ്യിച്ചിട്ടില്ല. സിമ്പിൾ വർക്കൗട്ടുകൾ കൊണ്ടാണ് 1 അവർ വർക്കൗട്ടാക്കി മാറ്റിയത്. 45 മിനിറ്റ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു 1 അവർ വർക്കൗട്ടാണ്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് മോർണിംഗ് 1 റിപ്പീറ്റേഷൻ, ഈവനിങ് 1 റിപ്പീറ്റേഷൻ. അത്രമാത്രമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് കട്ടാവുന്നതായിട്ട് മനസ്സിലാവും. ഡയറ്റ് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളത് നോക്കുക, എന്നിട്ട് അതുപോലെ ഫോളോ ചെയ്യുക. 10 ദിവസം ഫോളോ ചെയ്തിട്ട് ഇതിൻ്റെ താഴെ തന്നെ റിസൾട്ട് ഇടാൻ മറക്കണ്ട കേട്ടോ. വിഷു ഉൾപ്പെടെയുള്ള എല്ലാ വെക്കേഷനും ഒക്കെ അടിച്ചു പൊളിക്കുക. പെരുന്നാളൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇനി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, കൺട്രോൾഡ് ഫുഡ് എടുത്ത് ഇത്രയും ആഘോഷങ്ങൾക്കൊക്കെ ശേഷമുള്ള വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ എൻ്റെ പ്രൈവറ്റ് ക്ലയൻറ്റായിട്ട് ജോയിൻ ചെയ്ത് ഈ മോട്ടിവേഷനും ഈ വർക്കൗട്ടുകളും ഈ ഡയറ്റുകളൊക്കെ എന്നിൽ നിന്ന് കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ വെയിറ്റ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറ്റ് പറഞ്ഞു തരണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്തു തരും. ഞാൻ അങ്ങനെ ഒരു ട്രെയിനർ തന്നെയാണ്. അതിനുവേണ്ടി ഇൻസ്റ്റഗ്രാമിൽ റാഡ് ദ ബ്ലോഗർ എന്ന് പറയുന്ന ഐഡിയിലോട്ട് മെസ്സേജ് ഇട്ടേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. താങ്ക് യു സോ മച്ച്. നമ്മൾക്ക് ഏറ്റവും നല്ല മോട്ടിവേറ്റർ നമ്മൾ തന്നെയാണ്. സമയം കിട്ടുമ്പോഴൊക്കെ നല്ലോണം മോട്ടിവേഷൻ നമുക്ക് സ്വയം കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരിക്കലും ചുറ്റുപാടുകളിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവില്ല. അപ്പോൾ അത് വെരി ബെസ്റ്റ്. താങ്ക് യു കേട്ടോ. ലോട്ട്സ് ഓഫ് ലവ്.